ശ്യാമയുടെ കയ്യിലേക്ക് ആ വീടും പറമ്പും കൊടുത്തിട്ട് ശാരദാമ്മ ശാലിനിയുടെ കൂടെ വന്ന് നിൽക്കുമെന്ന് ശ്യാമ കൂടെ കൂടെ പറയുന്നുണ്ടെന്ന് ശാരദാമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രോഹിത്തും കൂടി അവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു മോഹം ശ്യാമയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. മാത്രമല്ല, ശാരദാമ്മയ്ക്ക് കൂടുതൽ സ്നേഹം ശാലിനിയോടാണെന്നും ഇനിയുള്ള കാലം സത്യാമ്മയുടെ വീട്ടിലെ ശാലിനിക്കൊപ്പം വന്ന് നിൽക്കാനും അവരാഗ്രഹിച്ചിരുന്നു. ഇതെനിക്കൊരു പുതിയ അറിവാ രേഷ്മേ. ചില സമയങ്ങളിൽ ശ്യാമയുടെ ആഗ്രഹം അവൾ എന്നോടും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഓരോ ആഗ്രഹങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കണക്കാക്കിയുള്ളൂ. ഞാൻ ആ വീട്ടിൽ വരുന്നതിന് ശാരികയും ശ്യാമയും കൂടി എന്നെ തടഞ്ഞിട്ടുണ്ട്. ഞാൻ കാരണമാണ് അവരുടെ അമ്മയ്ക്ക് ഡിപ്രഷൻ വരുന്നതെന്ന്. ഞാൻ ചെല്ലുന്നത് ശാരദാമ്മയ്ക്കൊരു ആശ്വാസമായിരുന്നു. അതെന്നോട് ശാരദാമ്മ പറഞ്ഞിട്ടുമുണ്ട്. ഇനി അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ശാരദാമ്മ ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതാവോ? എന്നിട്ടവര് അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയെന്നൊക്കെ കള്ളം പറയുന്നതാവോ? എന്തിന്? അതുകൊണ്ട് എന്താ ഇവർക്കുള്ള ഗുണം? ആലോചിച്ചാൽ പല ഗുണങ്ങളും ഉണ്ട്. എല്ലാവരും നോക്കുന്നത് അവനവന്റെ നിലനിൽപ്പല്ലേ ശാലിനി. അപ്പോ അച്ഛൻ പറയുന്നതെല്ലാം സത്യമാണെന്നാണോ? ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ രണ്ടു മക്കളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് ശാരദാമ്മയെ ഇവരുടെ കൂടെ നിർത്തിയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അച്ഛൻ തന്നെ ചെയ്യുന്ന ഒരു ഡ്രാമയാണെങ്കിലോ? അല്ല, അങ്ങനെ ആവാലോ. ഇതിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയായല്ലോ. എനിക്കൊരു സങ്കടം വന്ന് ചെന്ന് ചാരി ആശ്വാസം കണ്ടെത്തുന്നൊരു ചുമല്, അതാ എനിക്കിപ്പോ നഷ്ടമായത്. എത്ര സങ്കടങ്ങളും ഉൾക്കൊള്ളാനുള്ള ഒരു അക്ഷയപാത്രം, സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാനുള്ള എന്തോ ഒരു സൂത്രം എൻ്റെ അമ്മയ്ക്ക് ഭഗവാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനും പലപ്പോഴും കടമെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു വേർപാട് അതെനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. എനിക്കെൻ്റെ അമ്മയെ കണ്ടെത്തിയേ ഒക്കൂ. അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയതാണെങ്കിലും അമ്മ സ്വയം ഇറങ്ങിപ്പോയതാണെങ്കിലും ഇനി അതല്ല ശാരികേച്ചിയുടെയും ശ്യാമയുടെയും പ്രേരണ കൊണ്ട് വീട് വിട്ടിറങ്ങിയതാണെങ്കിലും എനിക്കെൻ്റെ അമ്മയെ കണ്ടെത്തണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യൊന്നുമില്ല. ശാലിനി, ഒരിക്കലും തളരരുത്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ശാലിനിക്ക് കരുത്ത് കിട്ടുക തന്നെ ചെയ്യും. എന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. അത് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ഓർമ്മ വെച്ച നാളെ മുതല് അമ്മയുടെ കഷ്ടപ്പാടും ദുരിതമായിരുന്നു കൺമുന്നില്. പഠിച്ച IAS എടുത്തെങ്കിലും അമ്മയുടെ കഷ്ടപ്പാടിന് ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞില്ല. അതെന്താണെന്ന് ആലോചിച്ച് ചെന്നപ്പോ അമ്മ തന്ന ഉത്തരം എന്താണെന്നറിയോ? ആ കഷ്ടപ്പാടും ദുരിതമാണ് കുടുംബശ്രീ ശാരദ. ഇതൊന്നുമില്ലാത്തൊരു ശാരദയെക്കുറിച്ച് അമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന്. പൊള്ളുന്ന ജീവിതക്കടലിൽ നീന്തി വന്നവള എൻ്റെ അമ്മ. ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്തെത്തും. ആ ഒരു ഉറപ്പില്ല, ആ ഒരൊറ്റ ഉറപ്പില്ല ഞാനിപ്പോ മുന്നോട്ട് പോകുന്നത്.